2020 ലോകകപ്പിൽ ഒന്നിനു പുറകെ ഒന്നായി ബാറ്റിംഗിൽ ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മയ്ക്ക് ഉപദേശവുമായി മുൻ സൗത്ത് ആഫ്രിക്കൻ താരം ഡു പ്ലസി. ടൂർണമെൻറ്റിൽ ഇതിനകം കളിച്ച 4 ഇന്നിംഗ്സുകളിൽ വെറും 15 റൺസ് മാത്രമേ ലോക ഒന്നാം നമ്പർ താരം കൂടിയായ ഇദ്ദേഹം നേടിയിട്ടുള്ളൂ. ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച 3 ഇന്നിംഗ്സുകളിലും അഭിഷേക് ഡെക്കായിരുന്നു. സൗത്ത് ആഫ്രിക്കയുമായുള്ള സൂപ്പർ 8-ലെ ആദ്യ പോരാട്ടത്തിലാണ് അദ്ദേഹം അക്കൗണ്ട് തുറന്നത്. കളിയിൽ 15 റൺസോടെ പുറത്താവുകയും ചെയ്തു. എതിർ ടീമുകൾ എന്ത് തന്ത്രമാണ് അഭിഷേകിനെതിരെ പ്രയോഗിക്കുന്നതെന്നും അത് മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നും ഉപദേശിക്കുകയാണ് ഡു പ്ലസി. 2020 ലോകകപ്പിൽ കൃത്യമായ പ്ലാനുകളുമായാണ് അഭിഷേക് ശർമ്മയ്ക്കെതിരെ എതിർ ടീമുകൾ ഇറങ്ങുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് ബാറ്റിങ്ങിൽ പഴയതുപോലെ തിളങ്ങാൻ സാധിക്കാത്തതുമെന്നുമാണ് ഡു പ്ലസിയുടെ നിരീക്ഷണം. ഇതിൽ രക്ഷപ്പെടാൻ ചില മാറ്റങ്ങൾ ബാറ്റിംഗ് ശൈലിയിൽ വരുത്തണമെന്നും അദ്ദേഹം പറയുന്നു. അഭിഷേക് ശർമ്മയുടെ അടുത്തിടെയുള്ള ഇന്നിംഗ്സുകൾ വിലയിരുത്തിയപ്പോൾ എനിക്ക് ഒരു കാര്യം വ്യക്തമായി. ഹാഫ് സൈഡിലൂടെ നന്നായി ഷോട്ടുകൾ കളിക്കാൻ കഴിയുമെന്നതിനാൽ എതിർ ടീമുകളിൽ ഇപ്പോൾ ഡീപ്പ് പോയിന്റിലും ഡീപ്പ് എക്സ്ട്രാ കവറിലുമെല്ലാം ഫീൽഡർമാരെ നിർത്തിയിരിക്കുകയാണ്. ഇത് അഭിഷേകിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഭിഷേകിനെതിരെ എതിർ ടീമുകൾ ഇപ്പോൾ ഒരുപാട് സ്ലോ ബോളുകൾ പരീക്ഷിക്കുന്നുണ്ട് എന്നതാണ്. അതിനുള്ള പ്രധാന കാരണം വളരെ നന്നായി ബാറ്റ് സ്വിംഗ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ടെന്നാണ്. ഈ തരത്തിൽ ബാറ്റ് ഒരുപാട് സ്വിംഗ് ചെയ്യുന്നവർക്കെതിരെ പരീക്ഷിക്കാവുന്ന പ്രധാന തന്ത്രം ബോളിൻ്റെ വേഗത കുറയ്ക്കുക എന്നതാണ്. ഈ തന്ത്രം ബൗളർമാർ പയറ്റുകയും അതിൽ വിജയിക്കുകയും ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കണമെന്ന് അഭിഷേക് ആലോചിക്കണം. എൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ബൗളർമാർ ഈ തരത്തിലുള്ള സ്ലോ ബോളുകൾ പരീക്ഷിക്കുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് വിക്കറ്റിന് മുന്നിലേക്ക് ഇറങ്ങി ഷോട്ടുകൾ കളിക്കാൻ ശ്രമിക്കുന്നതാണ്. കാരണം സ്ലോ ബോളുകൾ പരിഹരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേഗത ആവശ്യമാണ്. ഈ തരത്തിൽ മുന്നോട്ട് കയറി കളിക്കുമ്പോൾ അത് ലഭിക്കുകയും ചെയ്യും. ഇതല്ലാതെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം അല്പം പിറകിലോട്ട് മാറി ഷോട്ട് കളിക്കുക എന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകൾ ശരീരത്തിന് നേരെ മുകളിലേക്ക് വരികയുമില്ല. ഞാൻ അഭിഷേകിനോട് ബാറ്റിങ്ങിനെക്കുറിച്ച് സംസാരിക്കാനല്ല ശ്രമിക്കുന്നത്, എന്നാൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ടീമുകൾ അദ്ദേഹത്തിനെതിരെ ഒരുപാട് സ്ലോ ബോളുകൾ എറിയുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അഭിഷേക് എങ്ങനെയാണ് ബാറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ചിലർ പറയുകയും ചെയ്തു. വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള അഭിഷേക് ഇതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുക തന്നെ ചെയ്യും. ഒരുപാട് പ്രതീക്ഷകളുമായാണ് അഭിഷേക് ആദ്യ ലോകകപ്പിൽ കളിക്കുന്നത്. കഴിഞ്ഞ വർഷം അദ്ദേഹം ഗംഭീരമായി ബാറ്റ് ചെയ്തു. എല്ലാ ബൗളിംഗ് ആക്രമണങ്ങളെയും തലങ്ങും വിലങ്ങും അടിച്ചു പരത്തുകയും ചെയ്തുവെന്നും ഡു പ്ലസി വ്യക്തമാക്കി. ഡു പ്ലസി പറഞ്ഞ കാര്യങ്ങൾ അഭിഷേക് പ്രാവർത്തികമാക്കിയാൽ ഇനിയുള്ള കളികളിൽ അഭിഷേകിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, അതുതന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.